സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളത്തിന്റെ അഭിമാനം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെ 16ാമതും ഫിലിംഫെയർ അവാർഡ് വാങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ അവാർഡ് വാങ്ങുന്ന ഒരു നടൻ എന്ന ബഹുമതിയും ഇനി നമ്മുടെ മമ്മൂക്കാക്ക് സ്വന്തം. എന്തായാലും മമ്മൂക്കയുടെ ഒപ്പം ഈ സിനിമയിൽ മത്സര രംഗത്തുണ്ടായിരുന്നത് ആസിഫ് അലിയും ബേസിൽ ജോസഫുമാണ്. ഇരുവരെയും മമ്മൂക്ക സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതും അവാർഡ് ഷെയർ ചെയ്യുന്നതും ആ ഒരു മൂമെന്റ്, ആ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ മലയാളികളെ അത്ഭുതപ്പെടുത്തിയെന്നുള്ളത്. കാരണം ഒരു നടനും ചിന്തിക്കാത്ത ലെവലിലാണ് നമ്മുടെ മലയാളത്തിന്റെ മമ്മൂക്ക ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബ്രഹ്മയുഗം എന്ന ആ ഒരൊറ്റ സിനിമ ലോകമെമ്പാടുമുള്ള ആളുകൾ മമ്മൂക്ക എന്ന് പറയുന്ന നടനെ അറിയുമെങ്കിലും ഇന്ത്യൻ സിനിമയെ കൂടുതൽ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരൊറ്റ സിനിമയിലൂടെ നമ്മൾ നോക്കിക്കാണുന്നത്. അത് നമ്മുടെ വണ്ണാനുള്ളി മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു അത്ഭുത പ്രതിഭ തന്നെയാണ്. മറ്റൊരാൾ ആ ഒരു സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം എന്താ പറയുക പ്രശംസ ആ ഒരു സിനിമയ്ക്ക് ലഭിക്കാൻ ഒരിക്കലും ലഭിക്കില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കഥ എഴുതുമ്പോൾ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ ചാത്തന്റെ റോള് മമ്മൂക്ക തന്നെ ചെയ്യണമെന്ന് ആ സിനിമയുടെ സംവിധാനമായിട്ടുള്ള രാഹുൽ സദാശിവൻ നേരത്തെ കൂട്ടി തന്നെ തീരുമാനിച്ചത്. ഒരു പരീക്ഷണ ചിത്രമായിട്ട് ആ സിനിമ തിയേറ്ററിൽ എത്തിയെങ്കിലും അത് പരിപൂർണ്ണ വിജയത്തിലെത്തിയത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരൊറ്റ നടൻ തന്നെയാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് OTT റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ചത്തപ്പച്ച. സിനിമയ്ക്കകത്ത് മമ്മൂക്ക വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. വാൾട്ടർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇവർ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ള ഒരുപാട് ആകാംക്ഷയിലാണ് നമ്മൾ ആ സിനിമ കണ്ടത്. എന്നാൽ സിനിമ കണ്ടപ്പോൾ നമുക്ക് ചെറുതായിട്ട് കോസ്റ്റ്യൂം, രണ്ടാമത്തെ മമ്മൂക്കയുടെ ഒരു ഡയലോഗ് ഡെലിവറി, അതൊക്കെ ഡയലോഗ് ഡെലിവറി പറഞ്ഞ സമയത്ത് നമുക്ക് വളരെ ക്ഷീണിതനായ രീതിയിലായിരുന്നു അതിനകത്ത് പെർഫോം ചെയ്തത്. എന്നാൽ ഒരു നടൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. OTT റിലീസിന് വേണ്ടി ആ സിനിമയുടെ ഡയലോഗ് വീണ്ടും മമ്മൂക്ക സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയൊരു ക്യാരക്ടറിനാണെങ്കിലും അത്രത്തോളം വാല്യൂവും പ്രാധാന്യവും മമ്മൂക്ക കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം മമ്മൂക്ക ആ ഒരു സിനിമയിൽ ഡബ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കഴിഞ്ഞ് വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ക്ഷീണം നമുക്ക് ആ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ സാധിച്ചു. പക്ഷേ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇന്നും ഉദയസൂര്യനെ പോലെ ഉദിച്ച് നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. അല്ലെ, ഒരുപാട് പുതിയ പുതിയ സിനിമകൾ നമ്മൾ മമ്മൂക്കാടായിട്ട് കാത്തു നിൽക്കും. നമുക്ക് എന്തായാലും ആ ഡബ് ചെയ്ത പോർഷൻ ഒന്ന് കേട്ടാലോ. ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിന്നപ്പോ നീയൊക്കെ കൂടെ സീനാക്കണം. ഈ കല്ലത്ത് കുഞ്ഞാണ്ട പണ്ട് പടമാക്കി പോയപ്പോ ഇനി വേണ്ടെന്ന് വെച്ചതാ. ചൂണ്ടയിൽ വിടാത്തോന്റെ ഉണ്ടാക്കി കോലുകുത്തി പിടിക്കാൻ നോക്കണടാ പന്നി. നീക്ക് എന്റെ ചെക്കനെ വെച്ച് തന്നെ എന്റെ ചെക്കനെ തീർക്കാൻ നോക്കാനടാ. അതും ഈ ഞോടല് വെച്ച് ഒരുമാതിരി ചില പഴയ പടത്തിലെ വില്ലന്മാരുടെ കൂട്ട്. എടാ മാണി, ഇത്രയൊക്കെ ആയിട്ട് നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ. വാൾട്ടർ ശരിക്കും ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സുഖം തോന്നുന്നുണ്ടല്ലേ. ഇത് നമ്മൾ തിയേറ്ററിൽ ഒന്നുകൂടെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ കാണുമ്പോഴത്തേക്ക് വേറെ ഒരു ലെവലായിരിക്കും. ആ ഒരു കോസ്റ്റ്യൂമും കൂടെ നമുക്കവിടെ മാറിയിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ പോയായിരുന്നു. ഇപ്പം ഈ കാണുന്ന ഒരു കോസ്റ്റ്യൂം ഇതൊരു AI ക്രിയേഷൻ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. ഈ ഒരു രീതിയിലായിരുന്നു ആ കോസ്റ്റ്യൂമും മമ്മൂക്കയുടെ ഈ ഒരു ഡയലോഗ് ഡെലിവറിയും ഈ ഒരു ഇതിലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പൊളിച്ചടിക്കാനായിരുന്നു. എന്തായാലും സിനിമ വലിയൊരു വിജയത്തിലേക്ക് എത്തി. ആ സിനിമ അത്രയും വലിയ വിജയത്തിൽ എത്താൻ കാരണം പ്രിയപ്പെട്ട മമ്മൂക്ക. പക്ഷെ അതിനകത്ത് എടുത്തു പറയേണ്ടത് റോഷൻ മാത്യുവും അതുപോലെ തന്നെ അർജുൻ അശോകന്റെയും പെർഫോമൻസ് തന്നെയായിരുന്നു. എന്തായാലും ഫിലിംഫെയർ അവാർഡ് വാങ്ങിയിട്ടുള്ള മമ്മൂക്ക നമ്മുടെ ആസിഫ് അലിനെയും ബേസിൽ ജോസഫിനെയും നെഞ്ചോട് ചേർത്ത് നിർത്തി ആ ഒരു അവാർഡ് അവരിലേക്ക് വെച്ച് നീട്ടുമ്പോൾ മമ്മൂക്കാടെയും അവരുടെ മുഖത്തും കണ്ട ആ ഒരു പ്രസന്നത ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നല്ലേ. അത് ഒരു നടനിലും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ആ മനുഷ്യരിലൂടെ കാണുന്നത്. എന്തായാലും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഏപ്രിൽ 23 മലയാളത്തിൻ്റെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള പാട്രിയറ്റ് എന്ന സിനിമ നമുക്ക് മുന്നിലെത്തുകയാണ്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കയിൽ ലാലേട്ടനും ഒന്നിക്കുന്ന ആ ഒരു സിനിമ നമുക്ക് മുന്നിൽ വരുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പുതിയൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും വരാം. അതിലേക്ക് എല്ലാവർക്കും